എല്ലാവർക്കും സ്വാഗതം. മിടുക്കൻ ഗുഡ് ബോയ്. അപ്പൊ നമ്മള് അടക്കാനായില്ല. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നമ്മളൊരു ചെറിയൊരു റബ്ബർ തോട്ടമുണ്ട്. നമ്മളെന്ന് വെച്ചാല് അച്ഛൻ്റെ ഏച്ചിൻ്റെയും കൂടി ഉള്ളൊരു റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഈ റബ്ബർ ഞാൻ ടൈപ്പിങ് ചെയ്യലുണ്ട്. എനിക്ക് അത്ര വലിയ പരിചയം കുറവാണ്. എന്നാലും എൻ്റെ സുഹൃത്ത് അജേഷ് KM കാക്കയങ്ങാട്, ഓൻ വന്ന് എനിക്ക് ഒരു ദിവസം വന്ന് പഠിപ്പിച്ചു തന്നു കുറച്ച്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം 5-8 മാസം ചെയ്യുന്നുണ്ടാവില്ല സുബജെ, 5-8 മാസം ചെയ്ത് അത് ഷീറ്റ് അടിച്ചില്ല, ചട്ടപ്പാലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം തുടങ്ങണം. അപ്പോൾ ഇത് മുഴുവൻ കാട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാട് വയക്കാൻ ഞാൻ കുറച്ചാൽ ആൾക്കാർ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ കാട് പിടിച്ചിട്ടില്ല. അപ്പോൾ അത് വയക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇന്ന് കാടൊക്കെ വയക്കി വൃത്തിയാക്കണം. ആളെ അന്വേഷിച്ചിട്ട് അന്നേരം ആൾ കുറേ വരാമെന്ന് പറഞ്ഞ് പിന്നെ ആളെ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം മൊത്തം വൃത്തിയാക്കാൻ വേണ്ടി വന്നത്. ഞാനും സൂചിയും വന്നിട്ടുണ്ട്. ഓൻ സ്കൂൾ നേരെ ഇങ്ങോട്ട് കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുറേ വീടിൻ്റെ നടുക്കാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഞാൻ പുലർച്ചെ ചില ദിവസങ്ങളിൽ 6:30 വരും, ചിലപ്പം 7 മണി ആകും, അങ്ങനെയൊക്കെ വരാറ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ റബ്ബർ ടാപ്പിങ് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ ഞാനൊരു 1.5 മണിക്കൂറോളം എടുക്കലുണ്ട് രാവിലെ. എനിക്കങ്ങനെ അത്ര പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റില്ല. രാവിലെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ഇവിടെ നടന്ന് പല്ലിയേക്കുന്നുണ്ടാവും. ഈ പല്ലിയേക്കുമ്പോൾ ആക്കാക്കുന്നൊരു ഒച്ചയുണ്ട്. ആ ഒച്ച കേൾക്കുമ്പോൾ ഇവിടെ എല്ലാ പക്ഷികളും കൂടും. അത്ര ഒച്ച നിങ്ങളോട് പറഞ്ഞില്ല. കുറച്ച് വയറ്റി നോക്കട്ടെ. ഉള്ള വയർത്ത് എന്താ മുത്തോണി പോകാ അങ്ങനെ താത്ത. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം നിർത്തുവാണ്. ഞാൻ വിചാരിച്ചതൊന്ന് തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷെ ആയില്ല. എന്നാലും പകുതി തീർത്ത്, നേരെ പകുതി, ഈ പറമ്പിലൊരു പകുതി വരെ ഞാൻ തീർത്തു. പക്ഷെ മൊത്തം വേർത്ത് കുളിച്ച് ഭയങ്കര ക്ഷീണമായിപ്പോയി. പക്ഷെ നല്ലോണം വേർത്ത്, പക്ഷെ നടു ആകപ്പായിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൂടി ഇതേപോലെ സമയം കുറേ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ തളർന്നുപോയി. അങ്ങനെ ഒരു പരിചയക്കുറവിൻ്റെ. ബാക്കി നാളെ കാണാം. അപ്പോൾ കാട് വായിക്കലിൻ്റെ 2ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അന്ന് വായിക്ക് തീർന്നില്ല. അന്ന് ഏകദേശം ഒരു വൈകുന്നേരം ഭയങ്കര ക്ഷീണമായി, പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പായി. അപ്പോൾ 2ാമത് ഇതിൻ്റെ ബാക്കി തുടങ്ങാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. പക്ഷെ കയ്യോറ് എടുക്കാൻ പറഞ്ഞു. അന്ന് കയ്യോറ് ഇട്ടിട്ടാണ് വായിക്കത്, പക്ഷെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും വായിക്കലിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. പൊന്നുപാടി പോന്നേ, ഇങ്ങനെയാ കാട് വായിക്കല് പൊന്നു? ഓ, മരം വീണ് പോയാടാ. ഇനി രാവിലെ കുറച്ചു നേരം എടുത്തു. വീട്ടിൽ തന്നെ അല്ലേ? ആ, ഓ ആയിക്കോട്ടെ, ശരി. തന്നെ മുള്ളുണ്ടാവും, ശ്രദ്ധിക്കണേ. അതെന്ത് മരാ? റബ്ബർ മര. അത്
ഏതാ മോനെ 7? തൊട്ട് കാണിച്ചേ. ഇവിടെ ഓ അത് 7 ആണോ? ഞാൻ കാട് പിടിച്ചിട്ട് മുറിച്ചിട്ടാണ് ഞാൻ കാണുന്നു. ആടും എന്നാണ് 7 പൊട്ടിപ്പോയാ? പൊളിഞ്ഞ പട്ടി. സാരമില്ല, കുറച്ച് ബാക്കിയില്ലേ? അതിനാ ചപ്പിലെടുക്കുന്നത്. തപ്പിക്കല ഞാനിത് കാട് പിടിക്കല. കാട് താങ്ക് യു പറ. ഒരു ഓറഞ്ച് കളറായിരിക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും വലിയൊരു എടുക്കാം. കാണുന്നുണ്ടോ? രണ്ട് കൈ തമ്മിലുള്ള വ്യത്യാസം കണ്ട വണ്ണം വെച്ചിട്ട്. അതിൻ്റെ ഇടക്ക് പണീൻ്റെ ഇടക്ക് കടന്നലിൻ്റെ കുത്ത് കിട്ടി. കടന്നലല്ല, അതിൻ്റെ ചെറുത്. ഞാൻ വിചാരിച്ചാൽ എന്താ കൈ മുറിഞ്ഞാന്ന് വിചാരിച്ചു. പക്ഷെ കത്തിയുള്ള സമയത്തല്ല, കുത്തി കയറിയ പോലെ എന്തൊരു കടച്ചിലാന്നറിയാം. അത് കുത്ത് കിട്ടിയില്ലാന്ന് തോന്നുന്നു. ഒരു ഭീകരമായ ഒരവസ്ഥയിൽ പോയി. കത്തിയലാടി ഇട്ടിട്ടാണ് ഉള്ളത്. എന്നാ അതിന് പറയാ? അതിനെന്നാ പറയാ? കെട്ടി വെക്കണം. ഐസ് വെക്കാൻ പറ്റുമോ? സാധാരണ നമ്മൾ കടന്നൽ കുത്തി എന്നാ ചെയ്യത്? മഞ്ഞളടിച്ചിട്ടുണ്ടോ? എല്ലത്തില്ലല്ലോ ചിത്തി ചിത്തി ചിത്തി. കുറച്ച് ഒഴിച്ചെടുത്താ മതി. ഇത് ജനങ്ങാറ്റം കുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ അനക്കണ കടച്ചില മാറുന്നത്. കൈ മൊത്തം വേഗം. ബേക്കോട്ട് വീഴല്ലേ? ഇതാണ് ഇതാണ് ഞാനാണ് ഇത്. ശരി ഞാൻ ശരി ഞാൻ പോകും. നല്ലൊരു കുത്ത് കിട്ടി കൈക്ക്. അപ്പൊ കത്തിയിലാടി ഇട്ടിട്ട് ഓടുക ചെയ്തേ. അതുകൊണ്ട് അതൊന്ന് എടുക്കാൻ പോണം. നോക്കട്ടെ അവിടെ എന്താ അവസ്ഥ നോക്കട്ടെ. കമാ അപ്പോൾ അങ്ങനെ നമ്മുടെ കാട് വായ്ക്കൽ പരിപാടി വിജയകരമായിട്ട് പൂർത്തിയായി. ഒരു കുത്ത് കൊണ്ടതൊഴിച്ചാൽ ഇതിനിപ്പം പറയുന്നത് വെച്ചാൽ നമ്മൾ നല്ല മാടായിപ്പാറ കാണാൻ പോയപ്പോൾ
ഇങ്ങനെ കാരണം നമ്മൾ പറഞ്ഞില്ലേ അതവൻ പറയുന്നേ അമ്മ പറഞ്ഞു അവൻ പറ നമ്മള് കാട് വാക്കി കഴിഞ്ഞെന്ന് പറഞ്ഞു കാടാണ് കഴിഞ്ഞത് ഞാള് ലീവ് 5 മണിക്കാണ് അച്ഛൻ പറഞ്ഞുതരാം അച്ഛൻ കാട് വാക്കി പാട്ട് പാടാ പാട്ട് പഠിച്ചാൽ അടുക്കേ കാട് വാക്കൽ അങ്ങനെ വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ്. ഒരു കുത്തുകൊണ്ടത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ നല്ല കടച്ചലുണ്ട്. എനിക്ക് തോന്നുന്നത് കുറേ കാലമായി ചെറുപ്പത്തിലെങ്ങാനും ഇങ്ങനെ ഒരു കുത്തു കൊണ്ടത്. അപ്പോൾ അത് ഭീകരമായൊരു വേദനയുണ്ട്. ഈ കൈ മുഴുവനും വേദന. അതിൻ്റെ വിഷം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒറ്റക്കാണ്, ഞാൻ സൂചിയും കൂടി ഇത് ചെയ്തത്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു പരമാവധി വൃത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ റബ്ബറിന് ഇത് മാർക്ക് ചെയ്യാനുണ്ട്. മുന്നേ ചെയ്തതാണ്, പക്ഷെ എന്നാൽ ഇത് കുറേ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടി ചെയ്യണം. അപ്പോൾ ഈ ചിരട്ട എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു നമ്മളെ നാട്ടിലൊരാൾ ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്കിപ്പം ചെയ്യാൻ ഇതെനിക്ക് മനസ്സിലാവില്ല ഇതെങ്ങനെയാണ്. ആ ഒരു കടന്നലിൻ്റെ ഒരു കുത്ത് കിട്ടിയപ്പോഴത്തേക്കും കറക്റ്റ് ഈ പറമ്പ് വയക്കി തീരലോട് കൂടി ആ കുത്ത് കിട്ടിയ എനിക്ക് തോന്നുന്നു. കാരണം പിന്നെ നോക്കുമ്പോൾ കാടില്ല. ആ കുത്ത് കിട്ടലോട് കൂടി പറമ്പ് ഫുൾ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു.